സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 10 മൺഡേയുടെ എനർജി. താങ്ക് യു. അതുപോലെ തന്നെ വെനസ്ഡേ വന്നിട്ട് ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. എഗെയിൻ 9 വരുന്നുണ്ട്. 9 ഡെത്തിൻ്റെ എനർജി. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി. ബാക്കിൽ ഡെവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡും വരുന്നുണ്ട്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം, അതും കുറച്ചൊന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളെ നർച്ചർ ചെയ്യാത്തതായിരിക്കാം, നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരു എനർജി ആയിരിക്കാം. അതുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാര്യങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടാകാം. ചിലപ്പോൾ കുറച്ചൊരു കാലതാമസം, കുറച്ചൊരു ബ്ലോക്ക്, അങ്ങനത്തെ ഒരു എനർജി കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിരാശപ്പെടാതിരിക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ കർത്തവ്യം, നിങ്ങളുടെ ആ ഒരു ധർമ്മ, അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. റിസൾട്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നോട് നെഗറ്റീവായിട്ട് പെരുമാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ എനർജി വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ എനർജി ഒന്ന് നിങ്ങൾ റിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി കൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ കുറച്ചൊരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു ബാലൻസ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജി ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ എനർജീസ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് സിറ്റുവേഷനിൽ കൂടെയാണോ നിങ്ങൾ പോകുന്നത് അവിടെ ഒരു മാറ്റം, ആ ഒരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബ്ലോക്കായിട്ട് നിന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിനയലിലിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയും ഒരു ഫ്ലോ വരുന്നതാണ്. അപ്പോൾ കുറേ കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും സ്ട്രഗിൾസ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങളെ അലട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം, ഗ്യാസ് ലൈറ്റിംഗ് എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ഒരു പാറ്റേണിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വലിയും ഒത്തിരി ഡോർസ് അല്ലെങ്കിൽ ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ ഇതുവരെ
പഠിച്ച കാര്യങ്ങൾ, സ്പിരിച്വലി ആത്മീയമായിട്ട് താൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്, ഒത്തിരി സ്പിരിച്വൽ എനർജിയും കാണുന്നുണ്ട്. ഒൺലി തിങ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 10th പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. അതുപോലെ തന്നെ വെനസ്ഡേ വന്നിട്ട് ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി, the star, page of wands, queen of swords, knight of wands, knight of cups in the energy. 2 നൈറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാഷനാണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം. കുറച്ച് പേർക്ക് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ കുറേ കൂടെ നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ്, എന്തെങ്കിലും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി പാഷൻ, കുറച്ച് പേർക്ക് ഗ്രോത്തും കാണുന്നുണ്ട്. വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഇവിടെ കുറച്ച് പേർക്ക് പോസിറ്റീവ് എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേരുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം, ചേഞ്ചസ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ CV, നിങ്ങളുടെ ബയോഡേറ്റ, അതിലെന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. അപ്പോൾ കുറച്ച് പേർക്കിത് ഷിഫ്റ്റ് ആകുന്നതായിരിക്കാം, നിങ്ങളുടെ ജോലി മാറുന്നതുമാകാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എൻവയറമെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കാം. ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് 2 ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ടാകാം, 2 അവസരങ്ങൾ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് ഒന്ന് വന്നിട്ട് കുറച്ചൊരു സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ട് കുറേ കൂടെ ഫയർ, കുറച്ചും കൂടെ പാഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, അവസരമായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലക്കാണ്, ഭാഗ്യത്തിൻ്റെ എനർജിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം, ട്രാവൽ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് ഇന്ന് ഓവറോൾ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ നഷ്ടം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഹീലിംഗ് എനർജി അവൈലബിൾ ആണ്. സ്റ്റാറിൽ വന്നിട്ട് അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ആ ഒരു എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ്, നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ന്യൂസ്, ഇൻഫർമേഷനാണ്. അതും നന്നായിട്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ്, ഗ്രോത്തിലോട്ട് നിങ്ങളെ നയിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എബിലിറ്റീസ് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ താൻ ഇത് ചെയ്യുന്നുണ്ട്, തൻ്റെ കഴിവിതാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, എന്തെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അതും നന്നായിട്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അതും നിങ്ങൾക്ക് കുറേ കൂടെ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് താൻ ഓൺ ചെയ്യാണ് തൻ്റെ പവർ, തനിക്ക് ഈ ഒരു കഴിവുണ്ട്. അപ്പോൾ കുറേ കൂടെ തൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. ചില അവസരങ്ങൾ, ചില ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വേർഡ്സ് ഒരു ഓവർവെൽമിങ്ങിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളത് ഓവറായിട്ട് എന്താ പറയുക, നമ്മളെ ഈഗോനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ക്യൂൻ ഓഫ് സോഡ്സിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി അറിവുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കാനായിട്ടും കുറച്ച് പേര് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു അഡ്വൈസ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ്, അഡ്വൈസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അതും നിങ്ങളെ ഈ ഒരു സാഡ്നെസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി, ഇങ്ങനത്തെ എനർജിയുള്ള ഒരു വ്യക്തി, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ബ്ലെൻഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്നിട്ടും എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ലഭിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പരിവർത്തനം, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് എനർജീസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.